ഇന്ന് നമുക്കൊരു സ്നാക്ക് തയ്യാറാക്കാം. ഈ ഒരു സ്നാക്ക് ഞാൻ തയ്യാറാക്കുന്നത് ബാക്കി വന്ന പൂരി കൊണ്ടാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. കുട്ടികൾ സ്കൂൾ വിട്ട് വന്നാൽ കൊടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ്, നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ 10 പൂരിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ചെറിയ പൂരിയാണ്. അപ്പോൾ വലിയ പൂരിയാണെങ്കിൽ ഒരു 8 എണ്ണം എടുക്കാം. അപ്പോൾ അതല്ല, നിങ്ങൾ പൂരി കൂടുതൽ എടുക്കുമ്പോൾ അതിന് കണക്കായിട്ടുള്ള മുട്ട എടുക്കണം. ഞാൻ ഈ ഒരു ചെറിയ 10 പൂരിക്ക് 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. മുട്ട എത്ര തന്നെ കൂടിയാലും പ്രശ്നമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ മുട്ട അധികം വേണ്ടാത്തത് കൊണ്ട് 3 മുട്ട മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു ചെറിയ 10 പൂരിക്ക് 5 മുട്ട വരെ എടുക്കാം. ഇനി ഈ 3 മുട്ടയും നമുക്കൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. അത്യാവശ്യം നല്ലൊരു വലിയ ബൗളിൽ തന്നെ മുട്ട പൊട്ടിച്ചൊഴിക്കണം. ഇതിലേക്ക് ചേർക്കേണ്ടത് പഞ്ചസാരയും ഏലക്കാപ്പൊടിയാണ്. ഞാനിവിടെ 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർക്കാം, 1/4 കപ്പ് പഞ്ചസാര. അപ്പോൾ നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര കുറച്ചുകൂടി ചേർക്കാം. ഈ പഞ്ചസാര ഏലക്കാപ്പൊടി ചേർത്തിട്ട് നമുക്ക് മുട്ട നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ മുട്ട ഇപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ടയിലേക്ക് പൂരി ഒന്ന് കുതിർത്ത് വെക്കണം. കാരണം നമ്മൾ രാവിലെ ഉണ്ടാക്കിയ പൂരി ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ഹാർഡായിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു പൂരി നല്ലോണം സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമുക്കൊരു മാക്സിമം ഒരു 5 മിനിറ്റ് മുട്ടയിൽ കുതിർത്ത് വെക്കാം. അപ്പോൾ മുഴുവൻ പൂരിയും ഞാനിങ്ങനെ 5 മിനിറ്റ് മുട്ടയിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് പാനൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് നെയ്യ് ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ഓയിൽ ചേർത്താൽ മതി. കുട്ടികൾക്കെല്ലാം കൊടുക്കുന്ന സമയത്ത് നെയ്യ് ചേർക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ നെയ്യ് ചേർത്ത് ചെയ്യുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവാം. അപ്പം നെയ്യ് ചേർക്കാൻ പറ്റുമെങ്കിൽ നെയ്യ് തന്നെ ചേർക്കാം. ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പാൻ നന്നായിട്ട് ചൂടാക്കാം. അതിനുശേഷം നമുക്ക് എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ വെച്ച പൂരിയിൽ നിന്ന് കുറച്ച് മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പം കൂടുതൽ മുട്ട എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചധികം തന്നെ മുട്ട ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 മുട്ട മാത്രം എടുത്തത് കൊണ്ട് കുറച്ച് മുട്ട മാത്രമേ ഒഴിക്കുന്നുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പൂരി ഈ മുട്ടേൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ മുഴുവൻ പൂരിയും വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി വന്ന മുട്ട ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങൾ കൂടുതൽ മുട്ട എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്ത് നല്ല ഫിനിഷിങ് ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ കുറച്ച് മുട്ട എടുത്തത് കൊണ്ട് ഈ ഒരു പൂരി നന്നായിട്ട് കവറായിട്ട് വരില്ല. ഒരു 5 മുട്ട എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു മുകളിലുള്ള ഈ ഒരു പൂരി നന്നായിട്ട് കവറായിട്ട് വരും. ഇനി നമുക്കിതിനൊരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ അടിഭാഗം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ തിരിച്ചിട്ട് മുകൾ ഭാഗം ഒന്ന് വേവിച്ചെടുക്കാം. ഇനി അടച്ച് വെക്കാതെ നമുക്ക് മുകൾ ഭാഗം ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഒരു 1-2 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചെറുതായി ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിത് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ പൂരി ബാക്കി വരുന്ന സമയത്ത് തീർച്ചയായും ഇതൊരു തവണ ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.